ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമുക്ക് പാകിസ്ഥാന്റെ അഹങ്കാരം നേരിട്ടുള്ള യുദ്ധത്തിൽ കൂടെ അല്ലാതെ തന്നെ നമുക്ക് തീർക്കാൻ സാധിക്കും. അതിപ്പോഴല്ല, നേരത്തെ തന്നെ നമുക്ക് കഴിയുമായിരുന്നു. കാരണം എപ്പോഴും ലോകത്തിലെ രാജ്യങ്ങൾക്കിടയിൽ ഒരു വ്യവസ്ഥയുണ്ടല്ലോ. കാരണം ഇന്ത്യ വലിയൊരു രാജ്യമാണ്. സാമ്പത്തികമായിട്ട് പാകിസ്ഥാനേക്കാളും ഒക്കെ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിൽ പണ്ടായാലും ഇപ്പോഴായാലും എല്ലാം തന്നെ നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യയെ ആശ്രയിച്ച് ആണ് പാകിസ്ഥാൻ പല കാര്യങ്ങൾക്കും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ. ഇപ്പം ട്രേഡ് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ മാനമര്യാദയായിട്ടിരുന്നാൽ സമാധാനപരമായിട്ടുള്ള ജീവിതം അല്ലെങ്കിൽ ഒരു ബന്ധം ഇന്ത്യയുമായിട്ട് തുടർന്നു പോകാൻ പാകിസ്ഥാന് താല്പര്യമുണ്ടെങ്കിൽ പാകിസ്ഥാന് മറ്റൊരു രാജ്യത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ നിന്നുള്ള ക്രോസ് ബോർഡർ ട്രേഡ് മാത്രമാണ്. ക്രോസ് ബോർഡർ നമ്മൾ അതിർത്തി കടന്നുള്ള ട്രേഡ് തീർച്ചയായിട്ടും. കാരണം അത് അയൽ രാജ്യങ്ങളായതുകൊണ്ട് ലാൻഡ് ഉണ്ട്, നമുക്ക് ലാൻഡിൽ കൂടെ നമുക്ക് തീർച്ചയായിട്ടും ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും പ്രയോജനങ്ങൾ ഒത്തിരി ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. കാരണം വൺ വേ മാത്രമല്ല, ടു വേയില്. പക്ഷെ എന്നാലും ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കാര്യമായിട്ടുള്ള ട്രേഡ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് അത് വലിയ വിഷയമല്ല. പക്ഷെ പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒത്തിരി മേഖലകളുണ്ട്. കാരണം ഇന്ത്യ ഒത്തിരി മേഖലകളിലൊക്കെ നമ്മളുടെ പ്രാവീണ്യം തെളിയിക്കുകയും അല്ലെങ്കിൽ നമ്മൾ മെച്ചപ്പെട്ട രീതിയിൽ വളരെ അധികം വളർച്ച നമ്മൾ നേടുകയൊക്കെ ചെയ്ത രാജ്യമെന്ന രീതിയിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനായാലും ബംഗ്ലാദേശ് ആയാലും ശ്രീലങ്ക ആയാലും നേപ്പാൾ ആയാലും ഭൂട്ടാൻ ആയാലും ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഒറ്റ രാജ്യത്തെ മാത്രം ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരുടെ ജനജീവിതം വളരെ സുഖമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ രാജ്യങ്ങൾ അതിന് തയ്യാറാണ്. ഈ രാജ്യങ്ങളോട് തന്നെ തയ്യാറാണ്. കാരണം ഇന്ത്യക്കെതിരെ വിടുപണി ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ വേണ്ടി ചൈനയെ പോലുള്ള രാജ്യങ്ങളുടെ പിന്നെ കൊട്ടേഷൻ ഏറ്റെടുത്തിട്ട് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു നിലപാട് ആ രാജ്യങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കും ശക്തമായ രീതിയിൽ ഇപ്പം നേരിട്ടുള്ള യുദ്ധം അല്ലാതെ തന്നെ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കും, പണ്ടായാലും ഇപ്പോഴായാലും. പക്ഷെ പൊതുവെ നമ്മളുടെ നയപരിപാടികളും നമ്മുടെ രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ ഒരു നിലപാടൊക്കെ അങ്ങനെ അല്ലാത്തതുകൊണ്ട്, കർക്കശമായിട്ടുള്ള ഒരു നിലപാടെടുക്കുവാൻ നമ്മൾ താല്പര്യപ്പെടാത്തതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി മുതിർന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലൊരു ക്രിട്ടിക്കലായിട്ടുള്ള ക്രൂഷ്യലായിട്ടുള്ള ഒരു മൊമെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അങ്ങനൊരു നയത്തിലേക്ക് നമ്മളെ പിന്നെ നയിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. കർശനമായിട്ടുള്ള, വളരെ ഹാർഷായിട്ടുള്ള, വളരെ ഹാർഡായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ പ്രത്യേകിച്ച് പാകിസ്ഥാനെതിരെ എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യുദ്ധം നമുക്കൊരു ലാസ്റ്റ് ഓപ്ഷനാണ്, ഒരു ലാസ്റ്റ് റിസോർട്ടാണ്. ഏറ്റവും അവസാനം മാത്രം നമുക്ക് ഒരു ഫുൾ ഫ്ലഡ്ജ്ഡ് വാർ അല്ലെങ്കിൽ ഒരു ഫുൾ സ്കെയിൽ വാർ എന്നൊക്കെ പറയുന്നത് നമുക്ക് അവസാനം മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ യുദ്ധമല്ലാതെ തന്നെ, അതായത് ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്ലിക്റ്റ് അല്ലാതെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നയതന്ത്രപരമായിട്ടും ട്രേഡ് പരമായിട്ടും അല്ലെങ്കിൽ മറ്റ് ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ജനങ്ങളുടെ, അവിടുത്തെ ജനങ്ങളുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഈ ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ്, ക്രയവിക്രയങ്ങൾ, കച്ചവടങ്ങൾ, വ്യാപാരങ്ങൾ, ഈ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യക്ക് പിടിമുറുക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പാകിസ്ഥാനെ വരിഞ്ഞു കെട്ടാൻ സാധിക്കും എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. അപ്പൊ അതിന്റെ വെളിച്ചത്തിലാണ് അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ടോപ്പിക് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഇനിയും ഇന്ത്യയായിട്ടുള്ള ഇപ്പോൾ നടക്കുന്ന സംഘർഷം, അതിന്റെ ഫലമായിട്ട് ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ തീർച്ചയായിട്ടും പാകിസ്ഥാനെ പട്ടിണിയിലേക്ക് തള്ളിവിടുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഓൾറെഡി പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് വളരെയധികം പരാജയപ്പെട്ട ഒരു രാജ്യമാണ്. വളരെയധികം പട്ടിണിയും ദാരിദ്ര്യവും ദുരിതവും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ അതിൻ്റെ കൂടെ ഇന്ത്യയുമായിട്ടുള്ളൊരു ഈ പറഞ്ഞ പ്രതിസന്ധി അല്ലെങ്കിൽ ഇതുപോലൊരു ഇന്ത്യയിൽ നിന്നുള്ള കടുത്ത നിലപാടുകൾ പാകിസ്ഥാനെ തീർച്ചയായിട്ടും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും എന്നുള്ളതിൽ കവിഞ്ഞ് യാതൊരു റിസൾട്ടോടെ ഉണ്ടാക്കാൻ പോകുന്നില്ല. ചൈനയൊന്നും അവരുടെ സഹായത്തിന് ചെല്ലാൻ പോകുന്നില്ല. ചൈനയ്ക്കൊന്നും സഹായിക്കാനും സാധിക്കത്തില്ല. കാരണം ഇന്ത്യയും പാകിസ്ഥാനുമാണ് നല്ല അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. കാരണം ഇന്ത്യ ഒത്തിരി വിട്ടുവീഴ്ചകൾ ചെയ്യാൻ താല്പര്യമുള്ള, തയ്യാറുള്ള രാജ്യവുമായതുകൊണ്ട് തീർച്ചയായിട്ടും വ്യാപാര ബന്ധങ്ങളിലും ഒക്കെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് അവരെ ഒത്തിരി സഹായിക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് പാകിസ്ഥാന് നമ്മളുമായിട്ട് നല്ല ബന്ധം പുലർത്തി പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പക്ഷേ അങ്ങനെ ബന്ധം പുലർത്താൻ പാകിസ്ഥാന് സാധിക്കത്തില്ല. കാരണം അവിടെ ഭരിക്കുന്ന നേതാക്കൾ, അത് മിലിറ്ററി ആയാലും ശരി, സിവിലിയൻ ഗവൺമെന്റിലെ നേതാക്കളായാലും ശരി, അവരവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഇന്ത്യക്കെതിരെ വിടുപണി ചെയ്യുവാൻ ഏതെങ്കിലും രാജ്യം അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചൈന, അല്ലെങ്കിൽ പണ്ട് അമേരിക്ക, പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ആയിരുന്നു, ഇപ്പോൾ ചൈനയാണ്
പാകിസ്ഥാനെ ഇന്ത്യക്കെതിരെ വിടുപണി ചെയ്യാൻ വേണ്ടി, അല്ല ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനെ ഒരു പ്രോക്സിയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അവിടുത്തെ മിലിറ്ററി ലീഡേഴ്സും അല്ലെങ്കിൽ ISIലുള്ള ലീഡേഴ്സും ബാക്കി സിവിലിയൻ പൊളിറ്റിക്കൽ ലീഡേഴ്സും എല്ലാം തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ പക്കൽ നിന്നും പൈസ പറ്റിയിട്ട് കോടിക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് ഡോളേഴ്സ് അല്ലെങ്കിൽ ബില്യൺസ് ഡോളേഴ്സ് ബ്രൈബ് അല്ലെങ്കിൽ കൈക്കൂലി പറ്റിയിട്ട് ഇന്ത്യക്കെതിരെ വിടുപണി ചെയ്യുക, മറ്റ് രാജ്യങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി, ചൈനയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യുന്ന ഈ പറഞ്ഞ വിടുപണിയെല്ലാം തന്നെ പറയുന്നത്. അപ്പം അത് ഒഴിവാക്കാൻ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ കൊണ്ട് അവർക്ക് നല്ല സുഖമായിട്ട് ജീവിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നടന്ന നടപടികൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി, അതായത് സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി, നമ്മുടെ ഏറ്റവും വലിയ കമ്മിറ്റി അതാണ് കേട്ടോ, ഇന്ത്യയിലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയാണ്. അത് പ്രധാനമന്ത്രിയാണ് ചെയർ ചെയ്യുന്നത്. അതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് പിന്നെ ഹോം മിനിസ്റ്റർ, ഡിഫൻസ് മിനിസ്റ്റർ, നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ, അതുപോലുള്ള പ്രധാനപ്പെട്ട പോർട്ട്ഫോളിയോയുള്ള മിനിസ്റ്റേഴ്സ് എല്ലാം അതിനകത്തിൽ മെമ്പേഴ്സാണ് CCSലെ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി. അപ്പോൾ അത് ഇന്ന് നടക്കും. ഇപ്പൊ ഈ പഹൽഗാം ആക്രമണം നടന്നതിന് ശേഷം ഈ രണ്ടാമത്തെ CCS യോഗമാണ്. എന്നുവെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ മാത്രമാണ് ആ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. എന്നുവെച്ചാൽ രാജ്യത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ച് തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി. അപ്പൊ അതിനകത്ത് നമ്മുടെ ഹോം മിനിസ്റ്ററും ഡിഫൻസ് മിനിസ്റ്ററും ഇക്കണോമിക് മിനിസ്റ്റർ, അതായത് എന്താണ് പറയുന്നത്, നമ്മുടെ ഈ സാമ്പത്തിക നമ്മുടെ സാമ്പത്തിക മിനിസ്ട്രി, ഫിനാൻസ് മിനിസ്റ്റർ നമ്മുടെ നിർമ്മലാ സീതാരാമൻ, പിന്നെ ഏതാണ് അതിൽ വരുന്നത്, പിന്നെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് എല്ലാം അതിൽ ഈ CCSനകത്തല്ല ഈ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ സെക്യൂരിറ്റീസിൽ വരാനാണ്. അപ്പൊ ഇത് രണ്ടാമത്തെ യോഗമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, ഇന്ത്യയിൽ നിന്നും കടുത്ത രീതിയിലുള്ള ഒരു സൈനിക നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ചില ഹാർഡായിട്ടുള്ള മിലിറ്ററി റിയാക്ഷൻസ് അല്ലെങ്കിൽ റെസ്പോൺസ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പാകിസ്ഥാന്റെ വ്യത്യസ്തമായിട്ടുള്ള മന്ത്രിതലത്തിൽ നിന്നും ഒക്കെ തന്നെ അവർ പറയുന്നുണ്ട്, നേരിട്ടും അല്ലാതെ തന്നെ. അപ്പോൾ പാകിസ്ഥാൻ ഇൻഫർമേഷൻ മന്ത്രി അത്തൗല തെറാർ പറഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിംഗ് പറയുന്നത്. അപ്പോൾ പാക് അധിനിവേശ കാശ്മീരിനെ വേർതിരിക്കുന്ന സൈനിക അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ഇന്ത്യൻ സൈനികരെ ഈ LOCയിലെ ഒത്തിരി പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത്. ലൈൻ ഓഫ് കൺട്രോൾ ആണ് ഇന്ത്യയും പാകിസ്ഥാനെ വേർതിരിക്കുന്നത്. ആ ലൈൻ ഓഫ് കൺട്രോളിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇന്ത്യൻ സൈനികരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒത്തിരി വയലേഷൻസ് അല്ലെങ്കിൽ ലംഘനങ്ങൾ നിയന്ത്രണ രേഖയിൽ ഈ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ആവർത്തിച്ചുള്ള പിന്നെ നിർത്തൽ ലംഘനങ്ങൾ, ആ ലംഘനങ്ങൾ അതിനെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒത്തിരി പ്രൊവോക്കേഷൻസ് അല്ലെങ്കിൽ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പല റിപ്പോർട്ടുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഇപ്പം ഇന്ത്യയുമായിട്ട് ഇനിയിപ്പോൾ നേരിട്ടുള്ള യുദ്ധം ഉണ്ടായാലും ഇല്ലെങ്കിൽ തന്നെയും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ കടുത്ത നിലപാടുകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഏറ്റവും വലിയ ഒരു ദുരന്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും ഇപ്പോൾ ഓൾറെഡി പിന്നെ ഉണ്ടത് പാകിസ്ഥാനിൽ. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമുക്കറിയാം പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥയും സമ്പദ് വ്യവസ്ഥയുടെ അവസ്ഥയെല്ലാം തന്നെ. കാരണം IMF, ചൈന ഇതുപോലുള്ള IMFലും അല്ലെങ്കിൽ ചൈനയിലും ഒക്കെ പോയിട്ട് തന്നെ, അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ മുമ്പിലും UAEയുടെ മുമ്പിലൊക്കെ പോയിട്ട് അവർ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമ്പത്ത് വ്യവസ്ഥയുടെ സഹായത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തിക സഹായത്തിന് വേണ്ടി അവർ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു അവസ്ഥയിൽ തീർച്ചയായിട്ടും ഒരു യുദ്ധസമാനമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധം ചെയ്യും. കാരണം യുദ്ധം ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം കൊടുക്കുക, അല്ലെങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ മറ്റ് വിഭവങ്ങളെല്ലാം ഞുള്ളിപ്പെറുക്കി യുദ്ധം ചെയ്യും. പക്ഷേ യുദ്ധം ചെയ്തതിന് ശേഷം അവിടെ ഉണ്ടാകാൻ പോകുന്ന രൂക്ഷമായിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ കർക്കശമായിട്ടുള്ള നിലപാടുകൾ തുടരാൻ ഇന്ത്യ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു അരക്ഷിതാവസ്ഥയായിരിക്കും. കാരണം രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും എല്ലാം കൂടും. നമുക്കറിയാം, പട്ടിണിയും ദാരിദ്ര്യവും കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന സാമൂഹ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള അരക്ഷിതാവസ്ഥകൾ അല്ലെങ്കിൽ അനാർക്കി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ നിൽക്കുന്ന പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ സംഘർഷാവസ്ഥ. അപ്പൊ ഇത് പാകിസ്ഥാനിലെ ലീഡേഴ്സ് അവര് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവരുടെ സ്വന്തം താല്പര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ, കാരണം ഇന്ത്യയുമായിട്ട് ഇങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിൽ
ഏർപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തീവ്രവാദ ആക്രമണം ഇന്ത്യക്കെതിരെ നടത്തിക്കഴിഞ്ഞാൽ ഇന്ത്യ ശക്തമായി അതിനെ നേരിടുകയും പ്രതിരോധിക്കുകയും ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് മേധാവികളുടെ, ഈവൻ സിവിലിയൻ ഗവൺമെന്റിലെ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും അവർക്ക് തീർച്ചയായിട്ടും അറിയാമല്ലോ. കാരണം അവർ അത്ര ബുദ്ധി ഇല്ലാത്ത ആൾക്കാരൊന്നുമില്ല. കാരണം അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കതിനെക്കുറിച്ച് അറിവുണ്ടായിട്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള സുരക്ഷയെ മാത്രം മുൻനിർത്തിക്കൊണ്ട്, താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട്, അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തു തന്നെയായാലും ശരി, കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതുപോലുള്ള ഈ ഇന്ത്യക്കെതിരെയുള്ള ഇന്ത്യ വിരുദ്ധ പ്രവൃത്തികളും അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നുള്ളത്. കാരണം ഇന്ത്യയിൽ എക്കാലത്തും ഒരേ തരത്തിലുള്ള ഗവൺമെന്റ് എല്ലാം നിലനിൽക്കുന്നുള്ളവരെ പാകിസ്ഥാൻ മനസ്സിലാക്കണം. ഇപ്പം ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകൾ അല്ലെങ്കിൽ ഭരണകൂടങ്ങളൊക്കെ തന്നെ ചിലപ്പം ഒരു മെല്ലപ്പോക്ക് നയമോ അല്ലെങ്കിൽ അല്പം കൂടെ എന്താണ് പറയുന്നത്, ഒരു ഡയലൂട്ടഡ് ആയിട്ടുള്ള പോളിസീസ് ഒക്കെ ആയിരിക്കും പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെന്റ് അങ്ങനെ ഒരു നിലപാടെടുക്കണം നിർബന്ധമൊന്നുമില്ല. കാരണം ബാലക്കോട്ട് അല്ല പുൽവാമയിലെ ആക്രമണം കഴിഞ്ഞു, ഏറ്റവും മേജറായിട്ടുള്ളൊരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു ഇന്ത്യൻ മണ്ണിൽ. അപ്പൊ അതിനുശേഷം ചെറുതും വലുതായിട്ടുള്ള പല അറ്റാക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് പറഞ്ഞാൽ വളരെ നിസ്സഹരായിട്ടുള്ള, പിന്നെ സാധാരണ സിവിലിയൻസിനെ, അൺആംഡ് ആയിട്ടുള്ള, അതായത് ആയുധധാരികളല്ലാത്ത ജനങ്ങളെ, അവിടെ ഉല്ലാസയാത്രയ്ക്ക് വന്ന ജനങ്ങളെ ടാർഗറ്റ് ചെയ്ത് അവരെ നിഷ്ഠൂരമായി കൊല ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു രാജ്യത്തിനും അത് ടോളറേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ സഹിക്കാനോ അല്ലെങ്കിൽ നമുക്കതിനെ അക്കോമഡേറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഹീനപ്രവർത്തികൾ ചെയ്ത ഒരു രാജ്യം എന്ന നിലയ്ക്ക് പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് ഉണ്ടാകണമെന്ന എന്നുള്ളതാണ് ദേശീയവാദികളുടെ, ദേശത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരുടെയും, അത് കക്ഷി രാഷ്ട്രീയ മതജാതി ഭേദമന്യേ എല്ലാ ആൾക്കാരുടെയും അഭിപ്രായം അത് തന്നെയാണ്. പക്ഷേ ഇന്ത്യക്ക് പെട്ടെന്ന് നമുക്ക് ചാടിക്കേറി ഒരു ആക്രമണം നടത്താൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഒരു അവസ്ഥയല്ല നമ്മളുടേത്. അങ്ങനെ നമുക്കൊരു പെട്ടെന്ന് ഇസ്രായേലിനെ പോലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ പോലോ, നമുക്ക് ഇസ്രായേൽ ആയാൽ പോലും പെട്ടെന്ന് ഒരു യുദ്ധം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടിക്കേറി തീരുമാനമെടുത്ത് നടത്തേണ്ട ഒരു കാര്യമല്ല. അതിന് ഒത്തിരി പ്രിപ്പറേഷൻസ് വേണം. ആഭ്യന്തരമായിട്ടും ആഗോളപരമായിട്ടും ഒക്കെ ഒത്തിരി പ്രിപ്പറേഷൻസ് വേണം. കാരണം ഇന്ത്യക്കായാൽ തന്നെയും പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടാൻ സാധിക്കത്തില്ല. കാരണം അമേരിക്ക പോലുള്ള സൂപ്പർ പവേഴ്സും അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള രാജ്യങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരുടെയൊക്കെ അനുഗ്രഹ ആശീസ്സുകളോട് മാത്രമേ നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും യുദ്ധത്തിൽ ഏർപ്പെടാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആയുധങ്ങളും അമ്യൂണിഷൻസും ഒക്കെ നമുക്ക് പിന്നെ തടസ്സം ഇല്ലാതെ നമുക്ക് അതിൻ്റെയൊക്കെ സപ്ലൈ കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അമേരിക്ക, ഇസ്രായേൽ, ഫ്രാൻസ് ഇതുപോലുള്ള രാജ്യങ്ങൾ, ഈവൻ റഷ്യ പോലുള്ള രാജ്യങ്ങൾ നമുക്ക് ആശ്രയിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും യുദ്ധം പെട്ടെന്ന് നമ്മൾ യൂണിലാറ്ററലായിട്ട് ഏകപക്ഷീയമായിട്ട് നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ച് നമ്മൾ അതിലേക്ക് ചെന്നെത്തുകയാണെങ്കിൽ ഈ രാജ്യങ്ങൾ നമ്മളെ സഹായിക്കാൻ വിസമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് അവരുമായിട്ട് ചർച്ച വളരെ ബിഹൈൻഡ് ദ സീനിലെങ്കിലും, അതായത് കർട്ടന് പുറത്ത് പിന്നെ രഹസ്യമായിട്ട് ചർച്ചകൾ നടത്തി തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് ഒരു പിന്നെ ശക്തമായിട്ടുള്ളൊരു മിലിറ്ററി റെസ്പോൺസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നമുക്ക് പാകിസ്ഥാനിൽ നടത്താൻ സാധിക്കത്തുള്ളൂ. അപ്പൊ രണ്ടു തന്നെ ആയാലും ശരി, പാകിസ്ഥാന്റെ അവസ്ഥ ദുരവസ്ഥയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഈ പുതിയ സംഘർഷാവസ്ഥ പാകിസ്ഥാനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. പ്രധാനപ്പെട്ട വസ്തുവകളായിട്ടുള്ള അരി, മാവ്, പച്ചക്കറി, അതായത് ജനങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന പച്ചക്കറികള്, പഴങ്ങള്, കോഴിയിറച്ചി തുടങ്ങിയ അടിസ്ഥാന ഭക്ഷ്യ വസ്തുക്കളുടെ വില പാകിസ്ഥാനിൽ ഓൾറെഡി വില വളരെയധികം കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പാകിസ്ഥാനിൽ കാണാൻ സാധിക്കുന്നത്. എല്ലാ ഭക്ഷ്യ വസ്തുക്കളുടെയും സാധാരണ ജനങ്ങൾ തന്നെ, അവിടുത്തെ സാധാരണ ജനങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ പോലെ അതിനേക്കാളും ദരിദ്രമായിട്ടുള്ള അവസ്ഥയാണ് അവിടുത്തെ സാധാരണ ജനങ്ങളുടെ തന്നെ. അപ്പൊ അവരുടെ ജനജീവിതത്തെ വളരെയധികം അവരുടെ നട്ടലിലൊടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജനജീവിതത്തെ വളരെയധികം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികാവസ്ഥയുടെ മേളിൽ ആണ് ഇപ്പോഴത്തെ ഈ പറഞ്ഞ സംഘർഷാവസ്ഥയുടെ അതിൽ നിന്നുണ്ടാകുന്ന ഇന്ത്യയുടെ തിരിച്ചടികളിൽ നിന്ന് പാകിസ്ഥാന് നേരിടാൻ പോകുന്ന സാമ്പത്തികമായിട്ടുള്ള അരക്ഷിതാവസ്ഥ. അപ്പൊ അത് വളരെ അധികം പാകിസ്ഥാന് മാനേജ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആയിരക്കണക്കിനെന്നല്ല കോടിക്കണക്കിന് ജനങ്ങളെ അത് പിന്നെ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വർഷം പാകിസ്ഥാനിലെ 1 കോടിയിലധികം ആളുകൾ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയും പട്ടിണിയും നേരിടേണ്ടി വരുമെന്നാണ് ലോകബാങ്കിന്റെ മുന്നറിയിപ്പ്. ഈ വർഷം 2025 കാണുന്നത്. നെല്ല്, ചോളം തുടങ്ങിയ പ്രധാന വിളകളുടെ ഉൽപാദനത്തെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥകൾ ബാധിക്കും. അതുപോലെ തന്നെ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് കയറ്റിയേക്കുന്ന മരുന്നുകളുണ്ട്, അവശ്യ ഏറ്റവും പിന്നെ ആവശ്യമുള്ള മരുന്നുകൾ, രാസവസ്തുക്കൾ. അപ്പൊ ഇതിനെല്ലാം പാകിസ്ഥാൻ ഇന്ത്യയെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പഴങ്ങൾ, പച്ചക്കറികൾ, കോഴിത്തീറ്റ, ഉണങ്ങിയ പഴങ്ങൾ. അപ്പൊ ഇതിലെല്ലാം
വലിയ അളവിൽ ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യ ട്രേഡ് പിന്നെ എംബാർഗോ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ, ട്രേഡ് എംബാർഗോ പറഞ്ഞാൽ വ്യാപാര ഉപരോധം നമ്മൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പാകിസ്ഥാൻ നട്ടം തിരിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളിലേക്ക് വ്യാപാരം നിർത്തിവെക്കുകയാണെങ്കിൽ, നിർത്തിവെക്കുന്നത് ഈ വസ്തുക്കളുടെയൊക്കെ പിന്നെ ക്ഷാമത്തിലേക്ക് നയിക്കും, ഇല്ലേ? ഡിമാൻഡ് ഉണ്ട്, പക്ഷേ സപ്ലൈ ഇല്ല. അപ്പം ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഭക്ഷ്യ ധാന്യ വസ്തുക്കളാണ് ഇതെല്ലാം. അപ്പം ഇതിന്റെ ലഭ്യത ഇല്ലെങ്കിൽ, കുറവാണെങ്കിൽ ആ രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി വെക്കും, വളരെയധികം പട്ടിണിയും ദാരിദ്ര്യം ഉണ്ടാക്കും, രാഷ്ട്രീയപരമായിട്ടുള്ള ഒത്തിരി അരാജകത്വം ഉണ്ടാക്കി വെക്കും. അപ്പൊ അത് തീർച്ചയായിട്ടും അവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റുകൾക്കെതിരെ ജനങ്ങൾ തിരിയാനും അത് വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാ രാജ്യത്തും സംഭവിക്കാൻ സാധ്യതയുള്ളത്. നമ്മൾ കണ്ടിട്ടുള്ള പിന്നെ സീനുകളൊക്കെ തന്നെ, കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെയാണ്. കാരണം രാജ്യത്ത് സാമ്പത്തികമായിട്ടുള്ള രക്ഷിതാവസ്ഥ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ അവിടെ അപ്പോൾ നിലനിൽക്കുന്ന ഗവൺമെന്റുകൾക്കെതിരെ തിരിയുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രവണതയാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും പാകിസ്ഥാനിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സാധ്യതയ്ക്ക് വഴിതെളിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഈ പറഞ്ഞ പ്രവൃത്തികൾ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ ഡെയിലി ലൈഫിനെ കൂടുതൽ വഷളാക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു കൺക്ലൂഷനിലെത്താൻ സാധിക്കും. അപ്പോൾ പാകിസ്ഥാനിൽ ഇപ്പോഴും ദുബായ്, സിംഗപ്പൂർ, കൊളംബോ ഇതുപോലുള്ള തുറമുഖങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ വഴി എല്ലാ വർഷവും 1000 കോടി ഡോളറിലധികം വിലമതിക്കുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ, കാരണം ഡയറക്റ്റ് ട്രേഡ് നടത്താൻ സാധിക്കാത്തതുകൊണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഈ ട്രേഡ് റൂട്ടിൽ കൂടെ, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ട്രേഡ് ചാനൽസിൽ കൂടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ 1000 കോടി ഡോളറിന്റെ മുകളിൽ എത്തുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ അത് ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനിഷ്യേറ്റീവ്, GTRI എന്ന് പറഞ്ഞൊരു പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് ഇത് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് നിർത്തിവെക്കാനും തടയാനും ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് ആലോചനകളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകരാജ്യങ്ങൾ എല്ലാം തന്നെ പാകിസ്ഥാനെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. ചൈന അല്ലെങ്കിൽ ടർക്കി ഇതുപോലുള്ള വളരെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത്. ചൈന ഓഫ് കോഴ്സ് 100% പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. കാരണം ചൈനയുടെ ആവശ്യമാണ് പാകിസ്ഥാനെ സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുക എന്നുള്ളത്. അപ്പം പാകിസ്ഥാന് നേരെയുള്ള ഏത് അറ്റാക്കും ആക്രമവും ചൈനയ്ക്കെതിരെയുള്ള അറ്റാക്കായിട്ട് തന്നെ ചൈന കരുതുകയും, കാരണം പ്രത്യേകിച്ച് ചൈനയുടെ സിപെക്കും ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എല്ലാം പാകിസ്ഥാനിൽ കൂടെ പോകുന്നത് കൊണ്ടും ചൈനയുടെ അസറ്റുകളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ചൈനയുടെയും കൂടെ വലിയൊരു ഉത്തരവാദിത്തമാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ അസറ്റുകളൊക്കെ ഒരു ഇന്ത്യൻ അറ്റാക്കിന്റെ പരിധിയിൽ വരുന്ന സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചൈന അതിനകത്ത് ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. അപ്പൊ ഈ പറഞ്ഞ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാൻ, ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ഈ സംഘർഷം കൂടെ രൂക്ഷമാകുന്നത് വളരെ പ്രതിസന്ധിയിലേക്ക് ആ രാജ്യത്തെ നയിക്കും. പക്ഷെ ഇതൊന്നും അവിടുത്തെ നേതാക്കൾക്ക് വലിയ വിഷയമൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്തിൽ ഏറ്റവും വലിയ അതിശയമായിട്ടുള്ള കാര്യം. അപ്പൊ രാജ്യം കൂടുതൽ അരക്ഷിതാവസ്ഥയിലേക്കും പട്ടിണിയിലേക്കും, അപ്പം അരക്ഷിതാവസ്ഥയും പട്ടിണിയും രാജ്യം നേരിടുമ്പോൾ അത് രാഷ്ട്രീയ തലത്തിലേക്കും ആ ഒരു സംഘർഷം നീങ്ങി അവിടെ നിലനിൽക്കുന്ന പട്ടാള ഗവൺമെന്റ് ആയാലും ശരി, സിവിലിയൻ ഗവൺമെന്റ് ആയാലും അവർക്കെതിരെ ജനങ്ങൾ തിരിയാനും അവിടുത്തെ നേതാക്കളെയൊക്കെ ചിലപ്പോൾ ഓടിച്ചിട്ട് തല്ലിക്കൊല്ലാനൊക്കെ മതി ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞില്ല. അപ്പൊ ഇന്ത്യക്ക് അങ്ങനെ തന്നെ നമുക്ക് പാകിസ്ഥാനെതിരെ നല്ല ശക്തമായിട്ടുള്ള പണി കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് പാകിസ്ഥാൻ മനസ്സിലാക്കിയാൽ നന്നത്. പക്ഷെ അവിടുത്തെ നേതാക്കൾക്ക് അതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ യഥാർത്ഥ ലക്ഷ്യം അവിടുത്തെ ജനങ്ങളെ ഒരു രാജ്യം എന്ന രീതിയിൽ കരുതി പരിഗണിച്ച് ജനങ്ങളുടെ ക്ഷേമവും അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള മെച്ചം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല അവിടുത്തെ മിലിറ്ററി ലീഡേഴ്സിന്റെയും സിവിലിയൻ ഗവൺമെന്റിനെ നയിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഒന്നും ലക്ഷ്യം. അവരുടെ കീശ വീർപ്പിക്കുക, പള്ള വീർപ്പിക്കുക. അത് കുറെ എലൈറ്റ് ഫാമിലീസ് ആണ് റൂൾ ചെയ്യുന്നത്, പഞ്ചാബ് ബേസ്ഡ് ആയിട്ടുള്ള. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചൈനയുടെ നിന്നും അല്ലെങ്കിൽ അമേരിക്കയുടെ നിന്നും അല്ലെങ്കിൽ സൗദി ഇതുപോലുള്ള രാജ്യങ്ങളുടെ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് അവരുടെ സ്വന്തം താല്പര്യങ്ങൾ, കുടുംബ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് പാകിസ്ഥാൻ എന്നൊരു രാജ്യം എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. അവിടുത്തെ ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയില്ല, യാതൊരു ഉത്തരവാദിത്വമില്ല. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇന്ത്യയിൽ നിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി കിട്ടുന്ന രാജ്യത്തിന് അനുകൂലമല്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടും തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരെ ഇങ്ങനൊരു സമാധാനപരമായിട്ടുള്ള അവസ്ഥയിൽ പോകാൻ അവർക്ക് താല്പര്യമില്ലാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നും രാജ്യങ്ങളുടെ വിടുപണി ചെയ്യാൻ വേണ്ടി അവിടുത്തെ നേതാക്കൾക്ക് മിലിറ്ററി ഇന്റലിജൻസ്, അതായത്
പാകിസ്ഥാൻ മിലിറ്ററി, പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ISI, അതുപോലെ തന്നെ അവരുടെ സിവിലിയൻ പൊളിറ്റിക്കൽ ഗവൺമെന്റ്, ഈ പറഞ്ഞ നേതാക്കൾക്കൊക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് നല്ല പിന്നെ എന്താണ് പറയുന്നത്, നല്ല പൈസ കിട്ടുന്നുണ്ട്. അവർക്കത് മതി. അവരുടെ കുടുംബത്തെ UK-യിലും അമേരിക്കയിലും അല്ലെങ്കിൽ ദുബായിലും ഒക്കെ സ്വസ്ഥമാക്കി അവിടെ കൊണ്ടാക്കിയിട്ട് അവർക്ക്, കാരണം നമ്മൾ ഏത് പാകിസ്ഥാനിലെ ഉയർന്ന ഏത് ഉദ്യോഗസ്ഥരെ നോക്കിക്കഴിഞ്ഞാൽ, ISIയുടെ ആയാലും ശരി മിലിറ്ററിയുടെ ആയാലും ശരി നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം UK-യിലും അല്ലെങ്കിൽ അമേരിക്കയിലോ അല്ലെങ്കിൽ UAE-യിലും ഒക്കെ തന്നെ അവർക്ക് നല്ല ലാവിഷായിട്ടുള്ള ജീവിതം തന്നെയാണ് അവരുടെ റിട്ടയർഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പാകിസ്ഥാനിലായ തന്നെയും ഇഷ്ടം പോലെ ഈ അവര് അധികാരത്തിലിരിക്കുമ്പോൾ സ്ഥലങ്ങളും സൗകര്യങ്ങളും ഒക്കെ വാങ്ങിക്കൂട്ടി ഇഷ്ടംപോലെ കറപ്റ്റായിട്ടുള്ള പണം, ബ്രൈബ് അവർക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സുഭിക്ഷമായിട്ട് സുഖമായിട്ട് നേതാക്കൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ദുസ്സഹമാക്കി തീർക്കുന്ന രീതിയിലുള്ള നയങ്ങളാണ് എപ്പോഴും പാകിസ്ഥാന്റെ നേതാക്കളുടെ, അത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും ശരി മിലിറ്ററി ഇന്റലിജൻസ് ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്നായാലും അവർക്ക് രാജ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് ഇല്ല, സങ്കല്പമില്ല. അവർക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായിട്ടുള്ളൊരു ലക്ഷണങ്ങളാണ് ഇപ്പോൾ ഈ നിലനിൽക്കുന്ന സംഘർഷവും. അതിനകത്തിൽ അവർക്ക് ശാന്തി സമാധാനം ഇന്ത്യയായിട്ട് ഉണ്ടാക്കണമെന്ന് യാതൊരു താല്പര്യമില്ല. കാരണം ആ രാജ്യത്തെയാണ് അവർ കരുതുന്നതെങ്കിൽ, പരിഗണിക്കുന്നതെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള രാജ്യം, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തോടുള്ള പ്രത്യേക ഒരു ബന്ധം, വ്യാപാര ബന്ധം മാത്രം മതി, സമാധാനപരമായിട്ടുള്ള ബന്ധം മാത്രം മതി ആ രാജ്യത്തെ നല്ല രീതിയിൽ അവരുടെ ജനങ്ങളുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ അത് മറന്നു ജീവിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയ, മിലിറ്ററി, ഇന്റലിജൻസ് നേതാക്കൾക്ക് അവരുടെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതിൽ കവിഞ്ഞ് മറ്റൊന്നുമില്ല. എന്തെന്നാൽ എന്തൊക്കെയായാലും ശരി പാകിസ്ഥാന്റെ അവസ്ഥ ദുരവസ്ഥയായിരിക്കും എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഈ വരുന്ന കാഴ്ചകൾ നമുക്ക് അറിയും തോറും കാണും തോറും നമുക്ക് അത് ചർച്ച ചെയ്യാം. തൽക്കാലം ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ടോപ്പിക്കുകൾ നമുക്ക് ചർച്ച ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.